Okay, good morning. Am I audible? Okay. Okay. So what about global optimization? Aparna Pratap. Aparna Pratap. What is global optimization? അപർണയ്ക്ക് അറിയില്ല. ജോസൻ. കൺട്രോൾ ഫ്ലോ അനാലിസിസ് അതിൽ 3 ഉണ്ട്. സക്സസർ, പിന്നെ പാത്ത്, പിന്നെ ആൻസിസ്റ്റർ ആൻഡ് ഡിസെൻഡന്റ്. എന്താ ക്ലിയർ ആവുന്നില്ല. 3 ഉണ്ട് അതില്. സക്സസർ, പാത്ത്, പിന്നെ ആൻസിസ്റ്റർ ആൻഡ് ഡിസെൻഡന്റ്. അത് 3 കൺട്രോൾ ഫ്ലോ അനാലിസിസ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു ഒബ്സർവ് എന്താണ് ദ ഫ്ലോ ഓഫ് കൺട്രോൾ. അതായത് ഓരോ ബ്ലോക്കിൽ നിന്നും എങ്ങനെയാണ് കൺട്രോൾ ഫ്ലോ ആവുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആദ്യം നോക്കാം. ഓക്കെ, ദെൻ വി നീഡ് ടു അനലൈസ് എന്താണ് ഡാറ്റ ഫ്ലോ ഓഫ് ഡാറ്റയാണ് അനലൈസ് ചെയ്യുക. ഓക്കെ, സോ ഫോർ ദാറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അവൈലബിൾ എക്സ്പ്രഷൻ. അവൈലബിൾ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഹിയർ വി ആർ പ്രൊവൈഡിങ് എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? കോമൺ എക്സ്പ്രഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ അവൈലബിൾ എക്സ്പ്രഷൻ. സോ അവൈലബിൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എന്താണ്? വി നീഡ് ടു അനലൈസ്. ഏതിനെയാണ് അനലൈസ് ചെയ്യേണ്ടത്? പാർവതി. ഹലോ മിസ്റ്റർ. അവൈലബിൾ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്?
common sub expansion. എന്താ? Common sub expression. Okay, common sub-expression elimination. Okay, so common sub-expression elimination. Common sub-expressions എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? പ്രെഡിസസറിൽ നോക്കോ സക്സസറിൽ നോക്കോ? Predecessor. ഓക്കെ, സോ അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു ബ്ലോക്ക് BI എന്നൊരു ബ്ലോക്കിൽ നിൽക്കുകയാണെങ്കിൽ യൂസ് ടു റെഫർ എന്താണ്? BI എന്നുള്ള ബ്ലോക്കിന്റെ പ്രെഡിസസേഴ്സ് ആരൊക്കെയാണോ അവരെ ആയിരിക്കും നമ്മൾ റെഫർ ചെയ്യുക. ഓക്കെ, സോ BI എന്നൊരു ബ്ലോക്കിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഒരു എക്സ്പ്രഷൻ നമുക്ക് വരുമ്പോൾ ദ സെയിം എക്സ്പ്രഷൻ അവൈലബിൾ ഇൻ ദി പ്രീവിയസ് ആയിട്ട് വരുന്ന ഇതിന്റെ പ്രീവിയസ് ബ്ലോക്സിൽ ഏതെങ്കിലും ബ്ലോക്കിൽ ഈ സെയിം എക്സ്പ്രഷൻ വന്നിട്ടുണ്ടോ എന്നായിരിക്കും നമ്മൾ വെരിഫൈ ചെയ്യുക. Okay, so here we have two conditions. First one is expression E is available at the following rules are. Okay, 80 note. The availability of an expression. The availability of an expression. The availability of an expression at entry and exit of basic block BI is computed using the following rules. First one, expression E is available at the exit of BI. Expression E is available at the exit of BI if അതിൽ ഫസ്റ്റ് പോയിന്റ് കേട്ടോ, ഫസ്റ്റ് റൂളിൽ ഫസ്റ്റ് പോയിന്റ് BI contains an evaluation of E which is not followed by any assignments to any operands of E. One തന്നെ second point, the value of E is available at entry of BI and BI does not contain any assignments to any operands of E. Okay, second point, to any operands, ഏതാ? to any operands last പറയാം. Any operands of E. Rule number 2, expression E is available at entry to BI if it is available at the exit of any predecessor of BI in the group. Okay, so ഇവിടെ എന്താ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? രണ്ട് ബൂലിയൻ വേരിയബിൾസ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവൈൽ ഇൻ ആൻഡ് അവൈൽ ഔട്ട് എന്നുള്ള രണ്ട് വേരിയബിൾസ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. ഈ രണ്ട് വേരിയബിൾ എന്ന് പറയുന്നത് ഒരെണ്ണം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അവൈൽ ഇൻ എന്ന് പറയുന്നത്, അതായത്
if there is a block BI-ലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്ത് ചെക്ക് ചെയ്യുന്നു? ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷൻ അവൈലബിൾ ആണോ ഇല്ല എന്നുള്ളത് ഒരു ബ്ലോക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എന്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്? അവൈൽ ഇൻ. ദിസ് ഇസ് അവൈൽ ഇൻ. ഓക്കെ, ദെൻ അവൈൽ ഔട്ട്. ഇങ്ങനെ 2 വേരിയബിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ അവൈൽ ഔട്ടിന്റെ റൂളാണ് നമ്മൾ ഫസ്റ്റ് എഴുതിയത്. ഓക്കെ, സോ സെക്കൻഡ് എഴുതിയതാണ് എന്താണ്? അവൈൽ ഇൻ. അവൈൽ ഇൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു എക്സ്പ്രഷൻ BI എന്നുള്ള ബ്ലോക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഓൾറെഡി അതിന്റെ പ്രിഡിസസറിൽ ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പ്രഷൻ ഇസ് അവൈലബിൾ ആണെങ്കിൽ, ഓക്കെ, സോ അവൈൽ ഇന്നിന്റെ വാല്യൂ എന്താണ്? ട്രൂ ആയിരിക്കും. ഓക്കെ, can you able to get me? Can you able to follow me? എപ്പോഴാണ് അവൈൽ ഇൻ ട്രൂ ആവുന്നത്? ദ സെയിം എക്സ്പ്രഷൻ, അതായത് ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷൻ ഓൾറെഡി പ്രീവിയസ് ബ്ലോക്കിൽ ഉണ്ടെങ്കിൽ ആ എക്സ്പ്രഷന്റെ അവൈൽ ഇൻ വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഇത് ക്ലിയർ? ക്ലിയർ ആണോ? അല്ലേ? മനസ്സിലായില്ല? ഓക്കെ, സോ ലിസൺ. ഒരു ബ്ലോക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? അവൈൽ ഇന്നും അവൈൽ ഔട്ടും ചെക്ക് ചെയ്യാണ്. അവൈൽ ഇൻ എപ്പോഴാണ് ചെക്ക് ചെയ്യുന്നത്? ഒരു ബ്ലോക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുന്നത് അവൈൽ ഇൻ ആണ്. ഓക്കെ, സോ അവൈൽ ഇൻ എന്താ ചെക്ക് ചെയ്യുന്നത്? വെദർ ദ എക്സ്പ്രഷൻ ഇസ് ഓൾറെഡി അവൈലബിൾ ഇൻ ദ പ്രീവിയസ് ബ്ലോക്ക്. ഓക്കെ, പ്രീവിയസ് ബ്ലോക്കിൽ ആ വാല്യൂ ഓൾറെഡി അവൈലബിൾ ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അവൈൽ ഔട്ട് എന്ന് പറയുന്നത് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് അവൈൽ ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? എക്സിറ്റ് പോയിന്റിലാണ് ആ പെർട്ടിക്കുലർ എക്സ്പ്രഷന്റെ അവൈലബിലിറ്റി എവിടെയാണ്? എക്സിറ്റ് പോയിന്റിലാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സിറ്റ് പോയിന്റ് വരുമ്പോൾ എന്ത് 2 കണ്ടീഷൻസ് ആണ് പറയുന്നത്? വെദർ ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പ്രഷൻ ഇസ് ഇവാലുവേറ്റഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ ബ്ലോക്ക് ആവാം, അല്ലെങ്കിൽ എന്താണ് അതിനു മുമ്പേ, അതായത് ബ്ലോക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ അവൈൽ ഇൻ വാല്യൂ 1 ആയിരിക്കാം, 2 ആയിരിക്കാം. മനസ്സിലായില്ല? Listen, if there are 2 blocks BJ and BI, okay, so this is avail out. Okay, so ഇതിന്റെ എക്സ്പ്രഷൻസ് ആദ്യം ഞാൻ എഴുതാം. ദാറ്റ് ഇസ് അവൈൽ ഇൻ is equal to phi of Pj element of predecessor of Bi into avail out of J. Okay, so this is an equation for എന്താണ്? avail in. Avail in is equal to phi of Bj element of predecessor of Bi dot and എന്താണ്? avail out of J. Okay, സോ ഇവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? അതായത് ഇപ്പം അവൈൽ ഇന്നും ഔട്ടും അറ്റസ്റ്റ് എന്താണ്? രണ്ടും, അതായത് ഒരെണ്ണത്തിന്റെ ഔട്ട് എന്ന് പറയുന്നതായിരിക്കും മറ്റതിന്റെ ഇന്നായിട്ട് വരുന്നത്. ഓക്കെ, ബ്ലോക്ക് BJയുടെ അവൈൽ ഔട്ടാണ് ഏതിലേക്ക് ഇന്നായിട്ട് വരുന്നത്? ബ്ലോക്ക് BIയുടെ അവൈൽ ഇന്നായിട്ട് വരുന്നത്. ഓക്കെ, can you able to get me? ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ളത്? ഇല്ല? Okay, so if there is an expression, അതായത് if there is an expression P star P, ഇത് എവിടെ അവൈലബിൾ ആണ്? BJയിൽ അവൈലബിൾ ആണ്. ഓക്കെ, സോ ഇറ്റ് മീൻസ് എന്താണ്? അവൈൽ ഔട്ട് ഓഫ് J എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ട്രൂ ബേസ്ഡ് ഓൺ എന്താണ്? എങ്ങനെയാണ് അത് ട്രൂ ആവുന്നത്? അതായത് ഇറ്റ് ഇസ് ഇൻ ബ്ലോക്ക് BJ.
ഓക്കെ. അറ്റ് ദ സെയിം ടൈം അവയിൽ നിന്ന് ബി യിലേക്ക് വരുമ്പോൾ എന്താണ് അവയിലാക്കി വെക്കുന്നത്? ദാറ്റ് ഇസ് ബി സ്റ്റാർ ജെ എന്നൊരു ബി സ്റ്റാർ സി എന്നൊരു എക്സ്പ്രഷൻ. ഇറ്റ് ഇസ് എങ്ങനെയാണ് ഇത് അവയിൽ ഇന്നായിട്ട് മാറിയത്? ദാറ്റ് ഇസ് ഇറ്റ് ഇസ് പ്രസന്റ് ഇൻ ദി ബ്ലോക്ക് ബി ജെ വിച്ച് ഇസ് ദ പ്രെഡിസസർ ഓഫ് ബി ഐ. ബി ഐ എന്ന് പറയുന്നത് ബി ഐ എന്നുള്ള ബ്ലോക്കിന്റെ പ്രെഡിസസർ ബി ജെ ആണ്. ബി ജെയിൽ ഓൾറെഡി എന്താണ് ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പ്രഷൻ ഇസ് അവൈലബിൾ. ഓക്കെ. സോ ദാറ്റ് എങ്ങനെ അവൈലബിൾ ആണെന്നുള്ളത് മനസ്സിലായത്? അവൈൽ ഔട്ട് ഇസ് ഈക്വൽ ടു ട്രൂ. Avail out of that particular expression is true. Is it clear? Clear ആണോ? അല്ലേ? അതെ. ഓക്കെ. ഇനി അവൈൽ ഔട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അവൈൽ ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴെങ്കിലും, അതായത് ഒരു എക്സ്പ്രഷൻ ഒന്നിൽ ആ എക്സ്പ്രഷൻ ഇവിടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതായത് അതിന്റെ ആ പെർട്ടിക്കുലർ ബ്ലോക്കിൽ ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. സോ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രം പോരാ, വി നീഡ് ടു കൺസിഡർ എന്താണ് ബോത്ത് ഓപ്പറൻസിന് അസൈൻമെന്റ് ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ. ബോത്ത് ഓപ്പറൻസ് മസ്റ്റ് നോട്ട് ഹാവ് എനി അസൈൻമെന്റ്. ഓക്കെ. ഒന്ന് ഈ പെർട്ടിക്കുലർ ബി ജെ എന്നുള്ള ബ്ലോക്കിലായിരിക്കും ആ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവൈൽ ഔട്ട് ഓഫ് ജെ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കാം. ഓക്കെ. ഓർ അതർവൈസ് എന്താണ് ഇതിന്റെ മുമ്പത്തെ ബ്ലോക്ക് ബി ജെയുടെ മുമ്പത്തെ ബ്ലോക്കിൽ അവൈലബിൾ ആയിരിക്കാം. Can you get me? മനസ്സിലായോ ഇല്ലേ? അതായത് ഇപ്പൊ നമ്മൾ ബി ജെയിലാണ് നിൽക്കുന്നത്, ബി ജെ എന്നുള്ള ഒരു ബ്ലോക്കിലാണ് നിൽക്കുന്നത്. ഓക്കെ. അതായത് ഈ ബ്ലോക്കിലാണ് എന്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത്? ബി സ്റ്റാർ സി ഇവാലുവേറ്റ് ചെയ്തത്. ഓക്കെ. ഒന്നിൽ അതെന്താണ് ബി സ്റ്റാർ സി എന്നുള്ളത് ഏത് ബ്ലോക്കിൽ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാവും? അവയിൽ ഔട്ട് എപ്പോഴാണ് ട്രൂ ആവുന്നത്? വെദർ ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പ്രഷൻ ഇസ് ഇവാലുവേറ്റഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ ബ്ലോക്ക് ഓർ ബൈ ഇറ്റ്സ് പ്രെഡിസസർ. ബി ജെയുടെ പ്രെഡിസസറിൽ ഈ ബ്ലോക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാവാം. ബി ജെയുടെ പ്രെഡിസസറിൽ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ബി ജെയിലേക്ക് വരുമ്പോൾ എന്തായിട്ടായിരിക്കും വരുന്നത്? അവയിൽ ഇന്ന് ട്രൂ ആയിരിക്കും. ഓക്കെ. ക്ലിയർ? ഇല്ല. ഓക്കെ. അതായത് ഒന്നിൽ എന്താണ് ഒരു പെർട്ടിക്കുലർ എക്സ്പ്രഷൻ എടുക്കുമ്പോൾ ഒന്നിൽ എന്താണ് ഇറ്റ് ഈസ് ഇവാലുവേറ്റഡ് ബൈ ദാറ്റ് അവൈൽ ഔട്ട് എപ്പോഴാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്? വെദർ ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പ്രഷൻ ഇസ് ഇവാലുവേറ്റഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ ബ്ലോക്ക് or by its predecessor. By its predecessor എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് predecessor എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അവയിൽ ഇന്ന് ട്രൂ ആയിട്ടുണ്ടാവും. ഓക്കെ. ഇപ്പൊ ഈ ബി ജെ ഈ സെയിം എക്സ്പ്രഷൻ ബി സ്റ്റാർ സി വന്നിട്ട് ബി ജെയിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു, ബി ഐയിൽ വരികയാണ്. ബി സ്റ്റാർ സി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഇവാലുവേറ്റഡ് ബൈ ഏതാണ്? ബി ജെ എന്നുള്ള ബ്ലോക്കാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത് ബി ജെയിൽ ഇവാലുവേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? വി ഗെറ്റ് എ വാല്യൂ ബൈ അവൈൽ ഇൻ ഇസ് ഈക്വൽ ടു ട്രൂ. ആ എക്സ്പ്രഷൻ അവിടെ ഇവാലുവേറ്റ് ചെയ്തത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്? ബി ജെയുടെ അവൈൽ ഔട്ടിൽ ഇറ്റ് ഇസ് ട്രൂ ആയിരുന്നു. ദ സെയിം അത് അവിടെ എന്താണോ ട്രൂ ദാറ്റ് ബിക്കംസ് അവൈൽ ഇന്നിന്റെ വാല്യൂ ട്രൂ ആണ്. ഓക്കെ. ബട്ട് നമ്മൾ എന്ത് എൻഷുർ ചെയ്യണം? വി നീഡ് ടു എൻഷുർ ദാറ്റ് ദ ഓപ്പറൻസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പ്രഷൻ ഇസ് നോട്ട് മോഡിഫൈഡ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? അവൈൽ ഔട്ടിന്റെ ഇക്വേഷൻ അല്ലേ? അവൈൽ ഔട്ടിന്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ. ഇത് മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? അവൈൽ ഇന്നും അവൈൽ ഔട്ടും. ബാക്കി ആർക്കും ഒരു ഡൗട്ട് ഇല്ലേ? ആരും ശ്രദ്ധിക്കുന്നില്ലേ? കുഴപ്പമില്ല. സോ അവൈൽ ഔട്ടിന്റെ ഇക്വേഷൻ എഴുതിക്കോ. അവൈൽ ഔട്ട് ഓഫ് ഐ ഇസ് ഈക്വൽ ടു ഇ ഡോട്ട് eval I that is evaluated by that particular block or otherwise ആ ബ്ലോക്കിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് ഈസ് അവൈലബിൾ. ഇറ്റ് ഈസ് അവൈലബിൾ മീനിങ് ദാറ്റ് ഇറ്റ് ഈസ് എന്താണ് അവൈലബിൾ. അതായത് ഒരു സ്റ്റാർട്ടിംഗിൽ തന്നെ അത് അവൈലബിൾ ആക്കാന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പ്രീവിയസ് ബ്ലോക്കിൽ അത് ഇവാലുവേറ്റ് ചെയ്ത് ഇവിടേക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ഓൾസോ വി നീഡ് ടു എൻഷുർ ദാറ്റ് എന്താണ് നോട്ട് ഓഫ് മോഡിഫൈ. ഈ നോട്ട് ഓഫ് മോഡിഫൈ എന്താണ് എൻഷുർ ചെയ്യുന്നത്? ദാറ്റ് പെർട്ടിക്കുലർ ഓപ്പറൻസ് ഇൻ ദ ഓപ്പറൻസ് ഇൻ ദ എക്സ്പ്രഷൻ ആർ നോട്ട് മോഡിഫൈഡ്.
ഓക്കെ, സോ ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദി എക്സ്പ്രഷൻ ഇസ് എ കോമൺ എക്സ്പ്രഷൻ. അവയിൽ ഇൻ തന്നെ അവയിൽ ഔട്ട് ഇസ് ട്രൂ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സ്പ്രഷൻ ഇസ് എ കോമൺ എക്സ്പ്രഷൻ. ഓക്കെ, then we can eliminate that particular expression. Is it clear? Is it clear? ചിലപ്പോൾ ഓരോ ബ്ലോക്കിലും ഇത് രണ്ടും ട്രൂ ആണോ നോക്കണ്ടേ? അതെ, ഓരോ ബ്ലോക്കിലും ഓരോ എക്സ്പ്രഷനും നമ്മൾ നോക്കാം. അതായത് നമുക്കറിയില്ലല്ലോ, നമുക്കിപ്പോൾ മാനുവലി നോക്കുമ്പോൾ നമുക്കറിയാം ഈ എക്സ്പ്രഷൻ ബി സ്റ്റാർ സി എന്നുള്ളത് ഈ ബ്ലോക്കിലുണ്ട്, ആ ബ്ലോക്കിലുണ്ട് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ബട്ട് ഒരു ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമുക്കറിയില്ല ഏത് ബ്ലോക്കിൽ ഏത് എക്സ്പ്രഷൻ ഉണ്ട് നമുക്കറിയില്ല. അപ്പം ഓരോ എക്സ്പ്രഷനും എവിടെയാണ് അവൈലബിൾ, അതിന്റെ ഇൻ ബിറ്റ്വീൻ മാറിയിട്ടുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്തിട്ട് വേണം അതിനെ കോമൺ എക്സ്പ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Is it clear or not? കുഴപ്പമില്ല. Okay, so this is about എന്താണ് അവൈലബിൾ എക്സ്പ്രഷൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ അവൈലബിൾ എക്സ്പ്രഷൻ എപ്പോഴും എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഒരു എക്സ്പ്രഷന്റെ പ്രെഡിസസർ എന്നാണ് അവൈലബിലിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അവൈലബിലിറ്റി ഐഡന്റിഫൈ ചെയ്യുമ്പോൾ എന്താണ് എൻഷുർ ചെയ്യേണ്ടത്? വി നീഡ് ടു എൻഷുർ ദാറ്റ് വെദർ ദ ഓപ്പറൻസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ എക്സ്പ്രഷൻ ഇസ് നോട്ട് മോഡിഫൈഡ്. ഓക്കെ, സോ ആ എക്സ്പ്രഷന് ശേഷം അതിന്റെ ഓപ്പറൻസ് മോഡിഫൈ ചെയ്തിട്ടില്ല എന്നുള്ളത് എൻഷുർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് വീണ്ടും ആ സെയിം എക്സ്പ്രഷൻ വരുമ്പോൾ കോമൺ എക്സ്പ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് ബാക്കി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൽ? ജോസ്ഫിൻ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് അബൌട്ട് ലൈവ് വേരിയബിൾസ്. ലൈവ് വേരിയബിൾ. അപ്പൊ ലൈവ് വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ്? ലൈവ് വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതേപോലെ തന്നെ ഓരോ വേരിയബിളും ലൈവ് ആണോ ഇല്ലേ എന്നുള്ളത് ഓരോ ബ്ലോക്കിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ എൻഷുർ ചെയ്യണം. ഓക്കെ, സോ ലൈവ് ഇൻ ലൈവ് ഔട്ട് എന്നുള്ള രണ്ട് വേരിയബിൾസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഹിയർ വി ആർ യൂസിങ് എന്താണ്? രണ്ട് വേരിയബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്, ലൈവ് ഇൻ ആൻഡ് ലൈവ് ഔട്ട്. ലൈവ് ഇൻ as a variable is live at the entry of block pi. എൻട്രിയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? ലൈവ് ഇൻ. എക്സിറ്റിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്? വേരിയബിൾ ഇസ് ലൈവ് അറ്റ് എക്സിറ്റ് ഓഫ് പി ഐ. ഓക്കെ, സോ ലൈവ് എന്ന് പറയുമ്പോൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഈ സെയിം വാല്യൂ ഇസ് അവൈലബിൾ ഇൻ ദി സക്സസർ ഓർ നോട്ട്. Okay, the same value is available in the successor or not. Here also we need to check whether there is any assignment ഈ സെയിം വേരിയബിളിലേക്ക് എന്തെങ്കിലും അസൈൻമെന്റ് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യണം. റീസൺ എന്താണ്? അസൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ കോപ്പി പ്രൊപ്പഗേഷൻ ആണ്. Okay, so we need to check whether there is any assignment which is done for the same variable. Okay. Okay, so take down the rule, the liveness property. So we're just carving in the liveness property bottom will say garden, of a variable actual flower, of a variable that's where all the colors going can be determined in. as 5 follows. different colors going on in here, and we'll put the masking in between each color. We do sell Is the determined masking as follows. on our website, so you can definitely First check that out point, as well. And we're gonna use variable general v is finishes live paint for this. This is the at the emerald color. entry of Milk vi. paint is quite a bit thicker than At other the paint. entry of vi Water-based and is dries super fast. So because it is water-based, I can use first point. cloth പക്ഷെ നമ്മൾ First പറയാം to remove വേരിയബിൾ the excess from the aura mask, and this Variable v is live contact area to at the apply entry of another block layer mask vi. on top of that. Again, it's Variable important to make v sure that you is live press it at down the all the way entry and of get a vi decent seal in there. A if lot of people have issues with that mask coming out, but as you can see here, first point pi we're going contains to add that next color. a So the use Sun of Glow E. from General Finishes, it will all be Use in the of E. milk paint, and then it cleans up which really is not preceded add another color on top of that after applying a third which is layer. not So preceded now we're by at 3 layers, and again, the Z0 has not assignment to changed V. at all. As you're adding layers of mask, it will Assignment to increase V. the height. However, the piece of wood has not changed height, Or so that will second all stay point, the same. So we're going to add the third V color. is This live at the persimmon color, which is kind exit of, of but this is definitely VI. a red that I think everybody should own. V So we got that all V painted is with live blue at color, the and then we exit can of VI off the CNC. This and is easily the most satisfying. PI Seeing does all not of the contain colors come out of any assignment to mask V. off. Pulling the mask off is always satisfying, but to see all the different colors is really pretty cool. So there was a tiny bit of bleeding with the mask on the green and red color, Okay. but unless you're really, really looking, Second you point, don't notice it at all. So it all pulled off really V nicely. is It's live a at hook weeding tool. We also sell exit on our of website VI to help pull that off.
As always, just writing a message on the back for my daughter. It is This is what it looks like without. live at Again, really happy with how this turned out. live at 5 color the entry of color sign before and couldn't be happier. entry of So I'm using Helm Spar urethane. It's an outdoor finish on some this piece. successor And it gives a really nice look to it. BI Super happy with how this came in out. group. Hopefully you guys enjoyed the video. Definitely let us know what you think in the comments, and we'll catch you guys back out here in the next one. Successor BA. in group. Okay, so here we are using two variables, live in and live out, and also ref എന്നൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട് and def എന്നൊരു വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. refi which refers to ref as a variable is referenced in bi and no assignment of variable precedes the references. Precedes the reference. Variable is referenced in bi. Ref എന്ന് പറയുന്നത് it is variable is referenced in bi and no assignment of variable precedes the reference. Precedes the reference. Then DEFI, which refers DEFI, an assignment to variable exists in BI. An assignment to variable exists in BI. Okay, REF എന്ന് പറയുന്നത് it is a reference. അവിടെ യൂസ് ചെയ്യുന്ന ഒരു റെഫറൻസ് ആയിരിക്കാം, but it does not precede എന്താണ് assignment statement. Whereas DEF എന്ന് പറയുന്നത് which defines an assignment. Okay, so അപ്പോൾ live in എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ live in എന്ന് പറയുന്നത് which is equal to refi of I, that is referenced in this particular block ആവാം, or it may be obtained by live out of I, അതായത് which may be previous blockൽ അവൈലബിൾ ആണ്. previous blockലുള്ള it is previous blockൽ live ആണ്. Okay, dot not of DEFI. Not of DEFI എന്ന് പറയുന്നത് എന്താണ്? It means എന്താണ്? No definition അല്ലെങ്കിൽ no assignment for that particular variable is there. Is it clear? Clear ആണോ? Okay, so listen. If this is a block PI, ഇവിടേക്ക് വരുന്ന എന്താണ്? ലൈവ് ഇൻ. ലൈവ് ഇൻ വേരിയബിൾ എങ്ങനെയാ കിട്ടുന്നത്? ലൈവ് ഇൻ വേരിയബിൾ എന്ന് പറയുന്നത് ഇതിന്റെ എൻട്രിയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന എന്താണ്? ലൈവ് ഇൻ. ഓക്കെ, സോ ലൈവ് ഇൻ എപ്പോഴും എങ്ങനെയാ കിട്ടുന്നത്? ലൈവ് ഔട്ട് ഓഫ് പ്രീവിയസ് ബ്ലോക്ക്. ലൈവ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രീവിയസ് ബ്ലോക്കിൽ വേരിയബിൾ എ ഇസ് അവൈലബിൾ ലൈവ് ആണെങ്കിൽ ലൈവ് ഔട്ട് ഓഫ് പ്രീവിയസ് ബ്ലോക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ഇറ്റ് ഇസ് ലൈവ് ഇൻ ഓഫ് എ. ഓക്കെ, സോ എന്താണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്? വെദർ ദെയർ ഇസ് എനി റെഫറൻസ്. ഈ ലൈവിന് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്? ഒരു വേരിയബിൾ എ ഉണ്ടെങ്കിൽ എക്ക് ഒരു റെഫറൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ബ്ലോക്കിൽ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് ലൈവ് ആണെന്ന് നമ്മൾ പറയും. ഓക്കെ, ആൻഡ് ഈ ബ്ലോക്കിലേക്ക് വരുമ്പോൾ എന്താ ചെക്ക് ചെയ്യുന്നത്? പ്രീവിയസ് ബ്ലോക്കിൽ എ ലൈവ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോൾ ലൈവ് ഇൻ എ ലൈവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏത് വേരിയബിൾ ആണോ സെറ്റ് ചെയ്യുക? ലൈവ് ഇൻ ഓഫ് എ. ഓക്കെ, ലൈവ് ഇൻ ഇസ് ട്രൂ. ഓക്കെ, ദെൻ എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഇവിടെ എ എന്ന് പറയുന്ന വേരിയബിൾക്ക് വേറെ എന്തെങ്കിലും അസൈൻമെന്റ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, വേറെ എന്തെങ്കിലും അസൈൻമെന്റ്സ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതാണ് നോട്ട് ഓഫ് DEFI എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇല്ലേ?
whether it's clear or not. ഒന്നുകൂടെ പറയാമോ? ലൈവ് ഇൻ എപ്പോഴാ ചെക്ക് ചെയ്യുന്നത്? ലൈവ് ഇൻ എന്ന് പറയുമ്പോ എപ്പോഴും എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? കറണ്ട് ബ്ലോക്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നു? ഒരു ബ്ലോക്കിന്റെ എൻട്രിയുടെ സമയത്താണ് ലൈവിൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ലൈവിൻ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ബ്ലോക്കിന്റെ എൻ്റർ ചെയ്യുമ്പോഴാണ് ലൈവിൻ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ let us consider രണ്ട് ബ്ലോക്ക് നമുക്ക് എടുക്കാം. ശ്രദ്ധിക്കേ, ഇവിടെ വരുന്നത് എന്താണ്? ലൈവ് ഔട്ട്. ഇവിടെ വരുന്നത് ലൈവ് ഇൻ. സോ ലൈവ് പ്രീവിയസ് ബ്ലോക്കിന്റെ ലൈവ് ഔട്ട് ആണ് ഇപ്പോഴത്തെ ബ്ലോക്കിന്റെ ലൈവ് ഇൻ. അത് ക്ലിയർ ആണോ? അതെ. ഓക്കെ, അപ്പം ഇവിടെ ഒരു വേരിയബിൾ എ എന്നുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം എ എന്നുള്ള വേരിയബിൾ ഇവിടെ വരുമ്പോൾ ഇറ്റ് ഇസ് ലൈവ് ആണ് അല്ലേ? അല്ലെ? അപ്പം ലൈവ് ട്രൂ ആണ് അല്ലെ? എ എന്ന് പറയുന്ന വേരിയബിളിന്റെ ലൈവ് ഔട്ട് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ലൈവ് ഔട്ട് ഓഫ് എ പ്ലസ് സെറ്റ് ചെയ്യുന്ന വേരിയബിൾ എ ഇസ് ലൈവ് ഇൻ ദി പ്രീവിയസ് ബ്ലോക്ക്. ക്ലിയർ ആണോ? ലൈവ് ഔട്ട് എപ്പോഴും എന്താ പറയുന്നത്? പ്രീവിയസ് ബ്ലോക്കിൽ അത് ലൈവ് ആണ്. ഓക്കെ, ആൻഡ് ലൈവ് ഇൻ എന്ന് പറയുമ്പോൾ എന്താണ് ചെക്ക് ചെയ്യുന്നത്? ലൈവ് ഇൻ എന്ന് പറയുമ്പോൾ എന്താണ്? ലൈവ് ഇൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിൽ ആ വേരിയബിൾ പ്രീവിയസ് ബ്ലോക്കിൽ തന്നെ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ഈ വേരിയബിൾ ഇവിടെ ഈ ബ്ലോക്കിൽ ഉണ്ടാവാം. ഓക്കെ, സോ ഏത് ബ്ലോക്കിൽ വരുമ്പോഴും എന്താ ചെക്ക് ചെയ്യുന്നത്? ഒന്നിൽ ബി ഐ എന്നുള്ള ബ്ലോക്ക് ആയിരിക്കും അതിനെ റെഫർ ചെയ്യുന്നത്, ബി ഐ എന്നുള്ള ബ്ലോക്ക് എനെ റെഫർ ചെയ്യായിരിക്കും, അല്ലെങ്കിൽ എന്താണ് പ്രീവിയസ് ബ്ലോക്ക് എ എന്ന് പറയുന്നതിനെ റെഫർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ഓൾസോ എന്താണ് അതിന്റെ വാല്യൂ വേറെ ഒരു അസൈൻമെന്റ്സും ഏത് ബ്ലോക്കിലും നടന്നിട്ടില്ല, ബി ഐയിലും നടന്നിട്ടില്ല. ഓക്കെ, സോ എന്നാലേ നമ്മൾ എന്ത് സെറ്റ് ചെയ്യത്തുള്ളൂ? ലൈവ് ഇൻ ഓഫ് എനെ നമ്മൾ ട്രൂ എന്ന് സെറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇസ് ക്ലിയർ ഓർ നോട്ട്? മനസ്സിലായോ? ഇത് ഇല്ല. ഇത് മനസ്സിലായോ? ഇല്ലേ? ഇല്ല. അർജുൻ, ലൈവ് ഇന്ന് മനസ്സിലായി. പിന്നെ ഈ രണ്ടാമത്തെ ബ്ലോക്കില് ഈ രണ്ട് ബ്ലോക്കും കൂടെ നോക്കിയിട്ടാണോ ഒരു ഇത് പറയുന്നത്? ഇല്ല, ഏതെങ്കിലും ഒന്നിൽ വന്നാൽ മതി. ലൈവ് ഇൻ എന്ന് പറയുന്നത് എന്താ ചെക്ക് ചെയ്യുന്നത്? അതായത് ഓൾറെഡി ആ പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. ഓക്കെ, അത് തന്നെ എന്താണ് ഫർദർ ആയിട്ടുള്ള ബ്ലോക്കിൽ അത് ലൈവ് ആയിരിക്കണം അല്ലേ? ഓൾറെഡി ലൈവ് ഔട്ട് ഓഫ് ഐ എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾറെഡി ഉള്ള ബ്ലോക്കിൽ അത് അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് ഓൾസോ എന്ത് ചെയ്തിട്ടുണ്ടാവരുത്? ഈ ബ്ലോക്കിലേക്ക് വരുമ്പോൾ ലൈവ് ഔട്ട് ട്രൂ ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ബ്ലോക്കിലേക്ക് വരുമ്പോൾ ഫർദർ ആയിട്ട് ഒരു അസൈൻമെന്റ്സ് അവിടെ ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ആൻഡ് ഓൾസോ എന്താണ് ഒന്നിൽ അത് ഈ ബ്ലോക്കിൽ റെഫർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഓൾറെഡി പ്രീവിയസ് ബ്ലോക്കിൽ ഏതെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ലൈവ് ഇൻ എപ്പോഴും എന്താ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
സെയിം വാല്യൂ അതിന്റെ സക്സസറിൽ ഉണ്ടോ ഇല്ലെന്നാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഉള്ള വാല്യൂ അതിന്റെ സക്സസറിൽ ഉണ്ടോ ഇല്ലെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, എ എന്ന് പറയുന്ന വേരിയബിൾ ഇഫ് ഇറ്റ് ഇസ് ഇൻ ബ്ലോക്ക് ബി ജിയിൽ ഉണ്ടെങ്കിൽ അത് ബി ഐയിലും ഫെർദർ ബ്ലോക്സിലും സെയിം വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. Can you get me? മനസ്സിലായി. ഓക്കെ, അതിന്റെ സക്സസറിലും ആ വാല്യൂ ഉണ്ടോ ഇല്ലെന്നാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആ വേരിയബിൾ ജീവിച്ചിരിക്കുന്നുണ്ടോ ഇല്ലെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എവിടെയെങ്കിലും ആ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമുക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വേരിയബിളിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഡെഡ് കോഡ് എലിമിനേഷൻ വെച്ചിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അതാണ് എന്തിൽ ചെക്ക് ചെയ്യുന്നത്, ഈ ലൈവ് വേരിയബിളിൽ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? എപ്പോഴും ഇതിൽ ചെക്ക് ചെയ്യുമ്പോൾ എന്താണ് എൻഷുർ ചെയ്യേണ്ടത്, ആ വേരിയബിൾ ലൈവ് ആണോ എന്ന് മാത്രം നോക്കിയാൽ പോരാ, ആ വേരിയബിളിലേക്ക് വേറെ എന്തെങ്കിലും അസൈൻമെന്റ്സ് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതും കൂടി വെരിഫൈ ചെയ്യണം. ഓക്കെ, സോ അതാണ് ആ DEFI എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. വെദർ ദെർ ഇസ് എനി അസൈൻമെന്റ് മെയ്ഡ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ വേരിയബിൾ. ഓക്കെ, സോ അത് എപ്പോഴും എന്തായിരിക്കണം, ഫോൾസ് ആയിരിക്കണം. ഓക്കെ, എന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ആ വേരിയബിൾ ലൈവ് എന്ന് പറയാൻ. Can you able to get me? മനസ്സിലായി. Can you able to get me? Okay. So ഇനി ലൈവ് ഔട്ട്, അപ്പം അതിന്റെ അർത്ഥം എന്താണ്? ലൈവ് ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രീവിയസ് വേരിയബിളിൽ ലൈവ് ഇൻ ആയിട്ടുള്ള വേരിയബിളിനെ എടുത്തിട്ടാണ് എന്ത് നമ്മൾ ചെയ്യുന്നത്, അതായത് സക്സസർ വാല്യൂ, അതായത് ലൈവ് ഔട്ട് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, ഒരു ബ്ലോക്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാല്യൂനെയാണ് ലൈവ് ഔട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വി നീഡ് ടു ചെക്ക് എന്താണ്, അതിന്റെ സക്സസറിൽ അത് ലൈവ് ആണോ ഇല്ലെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, സോ ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആവുന്ന വരെ എന്താണ് അതിന്റെ അർത്ഥം, ദ വേരിയബിൾ ഇസ് ലൈവ് ആണ്. അതിന്റെ വേരിയബിൾ വീണ്ടും ഫോർ ബ്ലോക്സിൽ യൂസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആവുന്നത് അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡെഡ് കോഡ് എലിമിനേഷൻ വെച്ചിട്ട് നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റതിൽ എന്തായിരുന്നു, രണ്ടും ട്രൂ ആവുന്ന പക്ഷത്തിൽ നമുക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്യാം, ദ സെയിം എക്സ്പ്രഷൻ അവൈലബിൾ ആണ്, ഓൾറെഡി അവൈലബിൾ ആവുമ്പോൾ നമുക്കത് എലിമിനേറ്റ് ചെയ്യാം. ഇവിടെ എന്താണ്, ആ വേരിയബിൾ രണ്ട് കണ്ടീഷനും ട്രൂ ആണെങ്കിൽ അതിന്റെ അർത്ഥം വേരിയബിൾ ലൈവ് ആണ്. ലൈവ് ഇൻ ദ സെൻസ് എന്താണ്, ഒരിക്കലും നമുക്ക് ആ വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യരുത്. Anybody get me? മനസ്സിലായോ ഇല്ലേ? ഓക്കെ, സോ ബാക്കിയുള്ളവർക്ക് മൊത്തം കൺഫ്യൂഷൻ ആണോ ഇത്? മനസ്സിലായി. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് അബൌട്ട് കോൺസ്റ്റന്റ് പ്രൊപ്പഗേഷൻ. കോൺസ്റ്റന്റ് പ്രൊപ്പഗേഷൻ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്താണ്, ഏതൊക്കെ എക്സ്പ്രഷനിൽ കോൺസ്റ്റൻസ്, അതായത് കോൺസ്റ്റൻസിന് ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, വി ക്യാൻ പ്രൊവൈഡ് എ കോൺസ്റ്റന്റ് ദെയർ. അതായത് ഇപ്പൊ 22/7 അതിനെ ഒരു ഓപ്പറേഷൻ ആയിട്ട് അതിനൊരു ഇൻസ്ട്രക്ഷൻ എഴുതാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റെഡ് ഓഫ് 22/7 വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എ കോൺസ്റ്റന്റ് ദെയർ. ഓക്കെ, സോ അതിലേക്ക് വേറെ ഒന്നുമില്ല, എന്ത് കോൺസ്റ്റൻസ് ഉണ്ടെങ്കിലും നമുക്ക് റീപ്ലേസ് ചെയ്യും. ഓക്കെ, ഈ ഗ്ലോബൽ ഒപ്റ്റിമൈസേഷൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. റീസൺ എന്താണ്, വെറുതെ നമുക്ക് നേരത്തെ നമ്മൾ ഒരു ബ്ലോക്ക് വരച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തായിരുന്നു 4 × I is in ബ്ലോക്ക് B2 നമ്മളുണ്ട്, അതേ സെയിം എക്സ്പ്രഷൻ B5 ഉണ്ട്, നമ്മൾ ഐഡന്റിഫൈ ചെയ്തായിരുന്നു. ബട്ട് ഒരിക്കലും ഒരു ഇംപ്ലിമെന്റേഷൻ പാർട്ടിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. വി നീഡ് ടു ഐഡന്റിഫൈ എന്താണ്, 4 × I അവിടെ ചെയ്തിട്ടുണ്ടോ, ഇനി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വേറെ എന്തെങ്കിലും എക്സ്പ്രഷൻസ് വാല്യൂസ് എന്തെങ്കിലും അസൈൻ ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ട് വേണം എന്ത് എലിമിനേറ്റ് ചെയ്യാൻ. 4 × I എന്ന് പറയുന്നത് സെയിം എക്സ്പ്രഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, can able to get me? Can able to get me? പാർവതി? ഹലോ സർ. ഹലോ, മനസ്സിലായോ ഇല്ലേ? മനസ്സിലായി, കുഴപ്പമില്ല സർ. കുഴപ്പമില്ല, മൊത്തത്തിലൊരു കൺഫ്യൂഷനാണ്. കുറച്ച് കൺഫ്യൂസ് ആയി. കുഴപ്പമില്ല, ഒന്നുകൂടെ നോക്കുമ്പോൾ അത് ക്ലിയർ ആണ്. ഒന്നിക്കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ഞാൻ നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യാം, ഒന്ന് നോക്കുക. നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ ശരി.
Then next is about mission dependent and mission independent optimization. Next heading is mission dependent and mission independent optimization. Okay, so what is mission independent optimization? Mission independent optimization എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ഒരു ഹൈ ലെവൽ ഒപ്റ്റിമൈസേഷൻ ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേഷനിൽ നിന്ന് നമ്മൾ ഒപ്റ്റിമൈസേഷൻ പെർഫോം ചെയ്തില്ലേ, ഡെഡ് കോഡ് എലിമിനേഷൻ, കോപ്പി പ്രൊപ്പഗേഷൻ, കോൺസ്റ്റന്റ് ഫോൾഡിംഗ്, റീനെയിമിംഗ് ടെമ്പററി വേരിയബിൾസ്, ഇതൊക്കെ എന്താണ് മിഷൻ ഇൻഡിപെൻഡന്റ് ഒപ്റ്റിമൈസേഷൻ ആണ്. വെറുതെ നമ്മൾ എന്താണ് ക്രിയേറ്റർ സ്റ്റേറ്റ്മെന്റ്സിനെ ബേസ് ചെയ്താണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് അബൌട്ട് മിഷൻ ഡിപെൻഡന്റ് ഒപ്റ്റിമൈസേഷൻ. മിഷൻ ഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ബേസ്ഡ് ഓൺ എന്താണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസിനെ ബേസ് ചെയ്ത് നമ്മൾ പെർഫോം ചെയ്യുന്ന ഒപ്റ്റിമൈസേഷനെയാണ് മിഷൻ ഡിപെൻഡന്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ. മെയിൻ ആയിട്ട് വരുന്ന ഒപ്റ്റിമൈസേഷൻ എന്താണ്, പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ. Peep hole optimization. So it is a type of mission dependent optimization. Mission dependent എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിനെ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഫ്ലോനെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഇസ് termed as the mission dependent optimization. Example for mission dependent optimization is peep hole optimization. Okay, so the first characteristic of peep hole optimization is eliminating redundant instructions. First point is eliminating redundant information. Redundant instruction. Okay, so for example, if there are the instruction load R0, A and store A, R0. Okay, so ഇവിടെ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് എന്താ നമ്മൾ ലോഡ് ചെയ്യുന്നത്, ഏത് പറയുന്ന വേരിയബിളിനെ ഏതിലേക്ക് ലോഡ് ചെയ്യാണ്, രജിസ്റ്റർ R0ലേക്ക് ലോഡ് ചെയ്യാണ്. ഓക്കെ, എഗെയിൻ നമ്മൾ എന്താ ചെയ്യുന്നത്, സ്റ്റോർ A, R0. ഓക്കെ, സോ ഇത് രണ്ടും എന്താണ്, റിഡൻഡന്റ് ഇൻഫർമേഷൻ ആണ്. രണ്ടിന്റെ അർത്ഥം സെയിം തന്നെയാണ്. എയിലുള്ള വാല്യൂ R0ലേക്ക് ലോഡ് ചെയ്യാണ്, ദെൻ എന്താണ് R0ത്തെ വാല്യൂ എയിലേക്ക് ലോഡ് ചെയ്യാണ്. സോ ഇതിൽ ഒന്നില് ലോഡ് മാത്രം പെർഫോം ചെയ്താൽ മതി, സ്റ്റോർ പെർഫോം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ here the first step is eliminating redundant load and store or redundant instruction. Okay, is it clear? Okay, so the next is eliminating unreachable code. Second one is eliminating unreachable code. Unreachable code. So if there is an example, if debug equal to 1, go to L1, then go to L2, L1 is print debugging, okay. So if ഈ condition is true ആണെങ്കിൽ, if the condition is true ആണെങ്കിൽ ഏതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക, go to L1. Okay, so condition unconditional jump വരുമ്പോഴായിരിക്കും എന്ത് വരുന്നത്, L2ലേക്ക്. കണ്ടീഷൻ ഫാൾസ് ആവുമ്പോഴായിരിക്കും ഏതിലേക്ക് വരുന്നത്, L2ലോട്ട് എക്സിക്യൂഷൻ വരുന്നത്. ഓക്കെ, സോ ഇതിനെ നമുക്ക് we can replace this code as
we can replace the code as ഇങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ദാറ്റ് ഇസ് ഇഫ് debug not equal to 1 ആണെങ്കിൽ go to L2. അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഫ്രണ്ട്സ്, debugging print debugging information or print debugging then L2. Okay, so if the condition is false ആണെങ്കിൽ എന്ത് കൊടുക്കുക, ഇതിലേക്ക് മൂവ് ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിലേക്ക് മൂവ് ചെയ്യുക. ഓക്കെ, സോ ഇതിനെ തന്നെ എന്താണ് നേരത്തെ ഉള്ളത്, എന്താണ് അൺകണ്ടീഷണൽ ജമ്പ്, അല്ലെങ്കിൽ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോഴായിരിക്കും ഏതിലേക്ക് ഗോ ടു L2 ലേക്ക് വരുന്നത്. ഓക്കെ, സോ വി ക്യാൻ റീപ്ലേസ് ദിസ് എസ്, ഇങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് ഫ്ലോ ഓഫ് കൺട്രോൾ ഒപ്റ്റിമൈസേഷൻ. ഫ്ലോ ഓഫ് കൺട്രോൾ ഒപ്റ്റിമൈസേഷൻ. ഓക്കെ, സോ അൺനെസസറി ജംപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അൺനെസസറി ജംപ്സ് ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, if the code sequences go to L1, L1 ൽ ചെന്നിട്ട് എന്താണ് go to L2, go to L2, L1 ൽ വീണ്ടും go to L2. ഓക്കെ, സോ ഒരുപാട് ജംപ്സ് ഉണ്ട്. ഓക്കെ, സോ ഇതിനെ നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? വി ക്യാൻ എലിമിനേറ്റ് ദിസ് എസ് ഇതെങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? ഗോ ടു L1, go to L1, go to L2 നെ നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ we can write go to L2 directly. ഓക്കെ, go to L2. വീണ്ടും L1 ൽ പോയി വീണ്ടും L2 ലേക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് എന്ത് കൊടുത്താൽ മതി? go to L1, സോറി L2. ഓക്കെ, is it clear? അതെ. Okay, so the next is fourth is algebraic simplification. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. algebraic simplification, that is ഇപ്പം എക്സ് പ്ലസ് സീറോനെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം? എക്സ് എന്ന് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ സിമിലർലി എക്സ് പ്ലസ് വണ്ണിനെ നമുക്ക് എക്സ് ഇൻറ്റു വണ്ണിനെ നമുക്ക് എക്സ് എന്ന് റീപ്ലേസ് ചെയ്യാം. അതായത് അങ്ങനത്തെ സെയിം ഇത് തന്നെ algebraic simplification. And the fifth one is use of mission idioms. Okay, so some mission instructions such as auto increment, auto decrement എന്ന് പറയുന്ന addresses ഒക്കെ ഉണ്ടാവും, addressing instructions ഉണ്ട്. ഓക്കെ, സോ ആ ഓട്ടോ ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് എന്താണ് ആഡ് എക്സ് പ്ലസ് വൺ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിനെ ആദ്യം ലോഡ് ചെയ്ത് പിന്നെ ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് നമുക്ക് യൂസ് ചെയ്യാം? ആ ഇൻസ്ട്രക്ഷൻ ഡയറക്ട്ലി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓട്ടോ ഇൻക്രിമെന്റ് INC അല്ലെങ്കിൽ DEC ഡിക്രിമെന്റ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ അത് നേരിട്ട് അത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് എന്താണ് പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷൻ. സോ പീപ്പ് ഹോൾ ഒപ്റ്റിമൈസേഷനിൽ ഇറ്റ് ഇസ് മിഷൻ ഡിപ്പെൻഡന്റ് ഒപ്റ്റിമൈസേഷൻ ആണ്. സോ റിഡൻഡന്റ് ഇൻസ്ട്രക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക, ഫ്ലോ ഓഫ് കൺട്രോളിനെ ഒപ്റ്റിമൈസ് ചെയ്യുക, ദെൻ എന്താണ് algebraic simplification ആൻഡ് ഓൾസോ എന്താണ് യൂസ് ഓഫ് മിഷൻ ഐഡിയ. ഓക്കെ, this is clear ആണോ? പീപ്പിൾ ഒപ്റ്റിമൈസേഷൻ. പീപ്പിൾ ഒപ്റ്റിമൈസേഷൻ നിങ്ങളുടെ ബുക്കിൽ തന്നിട്ടില്ല, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്. ഒന്നിൽ മിഷൻ ഡിപ്പെൻഡന്റ് ഒപ്റ്റിമൈസേഷൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പീപ്പിൾ ഒപ്റ്റിമൈസേഷൻ തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, this is clear ആണോ? ക്ലിയർ അല്ല?
അതെ. ഓക്കെ. ബാക്കി എല്ലാ സബ്ജക്ട്സിന്റെ പോർഷൻസ് ഒക്കെ എന്തായി? തീരാറായോ? തീരാറായി. തീരാറായി എല്ലാ സബ്ജക്ട്സും. ഓക്കെ. സോ നമുക്ക് കോഡ് ജനറേഷനും കൂടിയുണ്ട്. ഓക്കെ. അറ്റൻഡൻസ് ആദിൽ. അഭിജിത്ത്. അക്ഷര. Present, Miss. നെക്സ്റ്റ് അഞ്ജലി അല്ലേ? അഞ്ജലി. അഞ്ജു. ആൻഡോ. ഷാൻഡു ഉണ്ടായിരുന്നു, ഒരു നെറ്റ്. അപർണ ഡി. Present, Miss. അപർണ പ്രതാപ്. അരവിന്ദ്. ആരും. Present, Miss. അർജുനോട്. ബിച്ചു. ജീവൻ. ജോസ്വിൻ. പ്രസന്റ് മിസ്. ജീവൻ പ്രസന്റ് ആണ്. ഓക്കെ. കൃഷ്ണരാജ്. Present, Miss. മാധവ്. മറിയ. Present, Miss. മർലിൻ. Present, Miss. മുബിൻ. ഹാഫിസ്. പ്രസന്റ് മിസ്. റുബിൻ. Present, Miss. നജ്മ. മിസ്റ്റർ അവൾക്ക് കറണ്ട് ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ. നൗറിൻ. പാർവതി. Present, Miss. സാന്ദ്ര. Present, Miss. ശ്രീപ്രസാദ്. Present, Miss. ശ്രുതി. വിഷ്ണുപ്രിയ. Present, Miss. അജീന. അജീന കറണ്ട് ഇല്ല മിസ്. ഓക്കെ. അഖിൽ. Present, Miss. ജോസ്മി. Okay. So we can see you in the next class, sir. Thank you. Thank you, Miss. Arjun. മിസ്. Ready?